അള്ളാഹുവിനെ ഭയപ്പെടുവിൻ, കുടുംബ ബന്ധങ്ങൾ തകരുന്നത് സൂക്ഷിക്കൂ. അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നുവെന്ന് കരുതിയിരിക്കുക. വൈനിപ്പാടം ഫാമിലിയുടെ 2024 വർഷത്തെ കുടുംബ സംഗമം ഇന്ന് കരിമ്പാലയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. വളരെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. വളരെ ദൂരത്തുനിന്നും ആളുകളെത്തി, പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ആദ്യത്തെ ഒരു സംഗമം എന്ന നിലയ്ക്ക് ഇത് വിജയമായിരുന്നു. പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും സ്നേഹമാവില്ല. സ്നേഹമാണെങ്കിൽ അത് പ്രകടിപ്പിക്കണം. ഖുർആനിൽ പറയുന്നത്, വ്യക്തമായിട്ട് പറയുന്നത്, സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രങ്ങളെ പോലെ എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വസ്ത്രങ്ങളെ പോലെയാണ്. ഒരു വസ്ത്രം പോലെയാണ് സ്ത്രീയും പുരുഷനെന്നാണ്, ഭാര്യയും ഭർത്താവും. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ നമ്മള് എല്ലാ ആൾക്കാരും എന്താ ഇത് പറയും, വസ്ത്രമല്ലേ എപ്പോഴാണെങ്കിലും ഊരിക്കളയാന്ന് പറയും. അതേപോലെ എല്ലാവരും വസ്ത്രം നമ്മളെ എത്രമാത്രം അടുത്ത് നമ്മളെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്നു, അതുപോലെ ആവണം നമ്മുടെ ബന്ധങ്ങൾ എല്ലാം കൃത്യമായി പ്രയോജനപ്പെടുവാനോ നമുക്ക് ഭാവിയിൽ എല്ലാ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ പരസ്പരം തിരിച്ചറിയാനുമുള്ള ഒരു വേദിയായിട്ട് നമ്മളിതിനെ ഉപയോഗിക്കണം. തുടർന്നും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും നമ്മുടെ കുടുംബത്തിലും മറ്റ് സംഗതികളിലും എന്ത് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പരസ്പരം ഷെയർ ചെയ്യാനും, അതിപ്പോൾ സന്തോഷമായാലും മറ്റു സംഗതികളായാലും എന്തായാലും പരസ്പരം അറിയിക്കാനും പങ്കെടുക്കാനും ഒക്കെ ഉള്ള എന്ത് കാര്യങ്ങളുണ്ടായാലും പരസ്പരം കൂട്ടിപ്പിടിച്ച് പോകാനുള്ള ഒരു വേദിയായി തുടർന്നും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മളെ എല്ലാവരും മരണം വരെയും ഇങ്ങനെയുള്ള ഒരു സംഗമത്തിൽ എന്നും നിലനിന്നുകൊണ്ട് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് മാത്രം. ബാക്കിയുള്ളവർക്കൊന്നും കുട്ടികൾക്കൊന്നും ഇവരുടെ ആരിനെ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അവരുടെയൊക്കെ ഒരു ആഗ്രഹം കൂടിയാണ് നമ്മൾ സഫലീകരിച്ചു കൊടുക്കുന്നത്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നതിൽ. നമ്മൾ പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കുട്ടികൾക്ക് പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ പോലും ഇല്ല. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ മക്കൾക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ കാലമായിരിക്കണു എല്ലാരും പാടെ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടിയിട്ട്. ഇതിങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് അപൂർവമായി കിട്ടാറുന്ന ഒരവസരമാണ്. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാരും കൂടെ കൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പൊതുവെ ഈ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെയാണ് എല്ലാരും കൂടാറ്, പക്ഷെ ഇങ്ങനൊരു ഇത് കണ്ടന്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ ഈ പരിപാടിയിൽ കൂടാൻ പറ്റാത്തവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വൈനിപ്പാടം കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ഈ കൂടിച്ചേരല് വളരെയധികം സന്തോഷം തോന്നുന്നു. എല്ലാ മുഖങ്ങളിലും കാണുന്ന സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. എല്ലാവരും അവരുടെ 7 മക്കളുടെ മക്കളും അവരെ കൊച്ചുമക്കളും അവരെ ഭർത്താക്കന്മാരും ചെറിയ കുട്ടികളടക്കം എല്ലാവരും കൂടി ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഭാവിയിൽ കുട്ടികൾക്ക് പരസ്പരം ഒരു പരിചയപ്പെടാനും ഇതാരാണ് ഇത് ഇന്നതാരാണെന്നുള്ള ഒരു പരിചയപ്പെടാനുള്ള ഒരു വളരെ ഒരു പ്രയോജനമായിട്ടൊരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. الموت